നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെല്ലിലെ സെല്ലിലെ ഡാറ്റാസിനെ എങ്ങനെ എൻ്റർ ചെയ്യാം. എൻ്ററിങ് ഡാറ്റ ഇൻ എക്സെൽ ആണ്. സോ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. Entering data in Excel. Opening a worksheet. Start by opening a blank worksheet in Excel. Each cell in the worksheet is identified by combination of its columns and rows such as A1, B2, etc. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, സെല്ലിൽ എങ്ങനെയാണ് ഡാറ്റാസ് എൻ്റർ ചെയ്യാൻ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, വർക്ക്ഷീറ്റ് ഓപ്പൺ ആക്കുന്നു. വർക്ക്ഷീറ്റ് ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഫസ്റ്റ് ഫേസിൽ എന്താ കാണാൻ കഴിയുക, ഒരുപാട് ബോക്സസ് ഉണ്ടാവും. നമ്മൾ ബോക്സസ് എന്ന് പറയുന്നത്, നമ്മൾ എക്സലിന്റെ കേസിൽ ആ കാണുന്ന ഈച്ച് ബോക്സസിനെ നമ്മൾ എന്താ പറയാ, സെൽ എന്നാ പറയാ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് സെൽ എന്ന്. സെൽ എന്തായിരുന്നു, ഇന്റർസെക്ഷൻ ഓഫ് റോസ്, കോളംസ് ആൻഡ് റോസ് ആണ്. ഇന്റർസെക്ഷൻ ഓഫ് കോളംസ് ആൻഡ് റോസ്. കോളം നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു, ലെറ്റേഴ്സ് വെച്ചിട്ട്. റോസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, നമ്പേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ലെറ്റേഴ്സിന്റെയും അതുപോലെ തന്നെ നമ്പേഴ്സിന്റെയും കോളത്തിന്റെയും അതുപോലെ തന്നെ റോയിന്റെയും ഇന്റർസെക്ഷൻ ആണ് ഒരു സെൽ എന്ന് പറയുന്നത്. സെൽ നെയിമിങ് എങ്ങനെയായിരുന്നു, കോളം എടുക്കും. ഫസ്റ്റ് നമ്മൾ ഏത് കോളാണ് നോക്കുക, ആ കോളത്തിന്റെ ലെറ്റർ, ഫസ്റ്റ് ലെറ്റർ എടുക്കുന്നു. ദെൻ നമ്മൾ റോ നോക്കുന്നു. റോ ഏത് നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്ന റോ ഏത് നമ്പറിലാണ് നിൽക്കുന്നത്, ആ ഒരു നമ്പർ എടുക്കുന്നു. A1 എന്ന് പറഞ്ഞാൽ A1 ആണെങ്കിൽ എങ്ങനെ ഇരിക്കും, എ പറയുന്ന കോളത്തിലെ 1 എന്ന് പറയുന്ന റോയിലാണ് ഈ ഒരു സെല്ല് അലൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. B2 ആണെങ്കിൽ എന്താണ്, ബി എന്ന് പറയുന്ന കോളം 2 എന്ന് പറയുന്ന റോയില്. അങ്ങനെയാണ് ഇത് ഇന്റർസെക്ട് ചെയ്ത് ഇരിക്കുന്നത് എന്നാ പറയുന്നത് ഈ ഒരു സെല്ല്. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു, ടൈപ്പിംഗ് ഡാറ്റ. Click on a cell and type your data, text, numbers, formulas. Press enter to move the next row or tab to move the next column. നമ്മൾ ഒരു സെല്ല് കിട്ടി, A1 എന്നുള്ളൊരു സെല്ല് കിട്ടി. അല്ലെ ഞാൻ എന്ത് ടൈപ്പ് ചെയ്യാണ്, നെയിം എന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ആയിട്ടുള്ള നെയിം ജസ്റ്റ് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എനിക്ക് അതിൽ നിന്ന് നെക്സ്റ്റ് റോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു സെല്ലിലാണ്, A1 എന്ന് പറയുന്ന സെല്ലിലാണ്. ഇനി എനിക്ക് A2 എന്ന് പറയുന്ന സെല്ലിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നെക്സ്റ്റ് റോയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം എൻ്റർ കീ ആണ് പ്രസ് ചെയ്യാം. ദെൻ അതല്ലാതെ നമ്മൾക്ക് ഇനിയിപ്പോൾ A1 എന്നില്ലേന്ന് B2ലേക്ക് അല്ലെങ്കിൽ B1ലേക്കാണ് മൂവ് ചെയ്യേണ്ടത്, B1ലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കോൾ ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ടാബ് ബാർ ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് റോയിലേക്കാണെങ്കിൽ എൻ്റർ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കോൾ ആണ് വേണ്ടതെങ്കിൽ ടാബ് യൂസ് ചെയ്യുന്നു. യു ക്യാൻ ആൽസോ paste data from another source by copying it Ctrl+C and pasting it into Excel Ctrl+V. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കോപ്പി ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്, Ctrl+C ആണ്. പേസ്റ്റ് ചെയ്യാൻ എന്താ യൂസ് ചെയ്യുന്നത്, Ctrl+V ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് നമുക്ക് കോപ്പി ചെയ്തിട്ട് അത് വേറൊരു സെല്ലിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നമ്മൾ ഏതൊക്കെ വിധത്തിൽ നമുക്ക് ഡാറ്റാസിനെ എൻ്റർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റാസിനെ കൊടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻസെർട്ട് ഇൻ റോ ആൻഡ് കോളംസ്. ഇപ്പം ഞാനൊരു നെയിം നേടിയിട്ട് ഒരു നമ്പർ നേടിയിട്ട് ഒരു 10 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിമും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഇനി റോ ഇൻസേർട്ട് ചെയ്യണം, അതുപോലെ തന്നെ കോളം ഇൻസേർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മളൊരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിൽ റോ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. ടു ഇൻസേർട്ട് എ ന്യൂ റോ, റൈറ്റ് ക്ലിക്ക് ഓൺ എ റോ നമ്പർ ആൻഡ് സെലക്ട് ഇൻസേർട്ട്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊരു പുതിയ റോ ആണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റോന്റെ നമ്പേഴ്സ് ഉണ്ട് 1 to ഒരുപാട് നമ്മൾ നമ്പേഴ്സ് അവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, 1 2 3 4 5 അങ്ങനെ. അപ്പോൾ നമുക്ക് എവിടെയാണോ ന്യൂ റോ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ആ ഒരു നമ്പറിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോളം ഇൻസേർട്ട് ചെയ്യണം. കോളം ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാം, ടു ഇൻസേർട്ട് എ ന്യൂ കോളം, റൈറ്റ് ക്ലിക്ക് ഓൺ എ കോളം ലെറ്റർ ആൻഡ് സെലക്ട് ഇൻസേർട്ട്. നമ്മൾ നോർമലി നേരത്തെ എന്തായിരുന്നു ചെയ്തത്, റോന്റെ അവിടെ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്തു. ഇതാണെങ്കിൽ നമ്മൾ കോളത്തിൽ പോകണം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യുന്നു. നമുക്ക് എക്സൽ ഷീറ്റ് വെച്ചിട്ട് കാണിക്കാം നെക്സ്റ്റ് സ്ലൈഡിൽ. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, യൂസിങ് ഓട്ടോഫില്ല്. ഓട്ടോഫില്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർ ഡാറ്റ ഇൻ എ സെൽ, ദെൻ ഡ്രാഗ് ദ ഫിൽ ഹാൻഡിൽ എ സ്മാൾ സ്ക്വയർ അറ്റ് ദ ബോട്ടം റൈറ്റ് കോർണർ ഓഫ് ദി സെൽ ടു ഫിൽ adjacent cells it similar data or patterns. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ 1 2 3 4 5 എനിക്കൊരു അപ് ടു 10 വരെ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു 2-3 സെക്കൻഡ് കൊണ്ട് 1 2 3 നമുക്ക് ക്ലിക്ക് ചെയ്യാം. എനിക്കൊരു അപ് ടു 100 വരെയൊക്കെ
നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരുപാട് ടൈം 1 2 3 4 അങ്ങനെ ഇങ്ങനെ എൻ്റർ ചെയ്ത് വരുമ്പോൾ ടൈം ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് 1 2 3 അല്ലെങ്കിൽ 1 2 എന്ന് വരെ എഴുതിയ ശേഷം നമ്മൾ എൻ്റർ ചെയ്ത ശേഷം ആ കോർണറിൽ റൈറ്റ് കോർണറിൽ ഒരു കുഞ്ഞു പ്ലസ് ഉണ്ടാവും, ഒരു ചെറിയ പ്ലസ്. ആ പ്ലസ് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് വലിച്ചിട്ട് നമുക്ക് എവിടെ വരെയാണോ വേണ്ടത് അതുവരെ കൊടുന്ന് വെച്ച ശേഷം നമുക്ക് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് പാറ്റേണിലാണോ വേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു പാറ്റേണിൽ നമുക്ക് കിട്ടും. അതാണ് യൂസിങ് ഓട്ടോഫിൽ എന്ന് പറയുന്നത്. ഓട്ടോഫിൽ മെത്തേഡ് എന്ന് പറയുന്നത് അതായിരുന്നു. നമുക്ക് എക്സലിന്റെ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ശരിക്കും കാണിക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും നമുക്ക്. ദെൻ എഡിറ്റിംഗ് ഡാറ്റ. ഒരു ഡാറ്റാനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം, നമ്മളെ സെല്ലിലുള്ള ഒരു ഡാറ്റനെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം, ആ ഒരു സെല്ലിന് അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ F2 ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യൂസ് ദ ഡിലീറ്റ് കീ ടു ക്ലിയർ സെൽ കണ്ടൻസ്. നമുക്ക് ഡിലീറ്റ് കീ യൂസ് ചെയ്തിട്ടും സെല്ലിലെ കണ്ടൻസിനെ റിമൂവ് ചെയ്യാം എന്ന് പറയുന്നത്, ഡിലീറ്റ് ചെയ്ത് കളയാം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എൻ്ററിങ് നമ്പേഴ്സ്, ലേബൽസ് ഓർ വാല്യൂസ്. നമ്മൾ രണ്ട് ടൈപ്പ് നമ്പേഴ്സ് ഉണ്ട്, ഒന്ന് ലേബൽസ് അതുപോലെ തന്നെ വാല്യൂസ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ, ഒന്ന് എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും അവിടെ. അതാന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ലേബൽസ് എന്ന് വെച്ചാൽ ലേബൽസ് മീൻസ് വി ഡു നോട്ട് പെർഫോം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. വി ഡു നോട്ട് പെർഫോം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതാണ് ലേബൽ എന്ന് പറയുന്നത്. ലേബലിൽ എന്താണ്, നമുക്ക് കാൽക്കുലേഷൻസ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ട് ആ ഒരു വാല്യൂ അവിടെ കാണിക്കാം, അത്രേ പറ്റുള്ളൂ. യൂസ് ഒരു കോമ ഉണ്ട്, ആ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലേബൽ വാല്യൂന് നമ്മൾ അല്ലെങ്കിൽ ലേബലായിട്ട് ഒരു കാര്യം ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് ആ ഒരു കോമ ഇടുന്നു, ദെൻ നമുക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത ശേഷം ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ലേബിൾഡ് ആയിട്ടുണ്ടാവും. ദെൻ ലെഫ്റ്റ് അലൈൻഡ്. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റിലായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഈ ഒരു ഇമേജിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ലെഫ്റ്റിലാണ് ആ 5 ഫസ്റ്റ് വൺ ആണ് ലേബിൾഡ് വാല്യൂ എന്ന് പറയുന്നത്. അത് അലൈൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ്, ലെഫ്റ്റിലാണ്. നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുന്ന എല്ലാ വാല്യൂസും റൈറ്റിലായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് കാര്യങ്ങളും ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു. ലേബിൾഡ് വാല്യൂസ് ആണെങ്കിൽ ലെഫ്റ്റിലായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് അവിടെ കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വാല്യൂസ്, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. ജസ്റ്റ് നമ്മൾ ഒരു 5 10 എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയായിരിക്കും അലൈൻ ചെയ്തിട്ടുണ്ടാവുക, റൈറ്റിലായിരിക്കും. അത് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാൻ കഴിയും.